കോതമംഗലംകാരുടെ ഒരു വിശേഷപ്പെട്ട വിഭവമാണ് പിടിയും കോഴി. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു 2 ലിറ്റർ അരി നന്നായിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കുതിർന്ന അരി മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അതിനുശേഷം പുട്ടിനൊക്കെ അരിക്കുന്ന ആ ഒരു പരുവത്തിൽ നല്ല തരിതരിപ്പോട് കൂടി ഇതുപോലത്തെ അരിപ്പയിൽ നന്നായിട്ട് അരിച്ചെടുക്കാം. ഈ പിടിക്ക് വേണ്ടിയിട്ട് 2 ലിറ്റർ അരിക്ക് നമ്മൾ ഏകദേശം 3 തേങ്ങയോളം ചിരകി ചേർക്കുന്നുണ്ട്. അപ്പോൾ 3 മുഴുവൻ തേങ്ങ ഇവിടെ ചിരകി വെച്ചിട്ടുണ്ട്. ഈ ചിരകിയ തേങ്ങ പൊടി വറക്കുന്നതിന് മുന്നേ തന്നെ, അതായത് പച്ചപ്പൊടിയോട് കൂടി നന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് ഒന്ന് കുതിർന്ന് വരാനായിട്ട് വെക്കണം. അതെന്തിനാ ഈ പച്ചപ്പൊടിയിലോട്ട് തേങ്ങ മിക്സ് ചെയ്യുന്നത്? പച്ചപ്പൊടിയിലോട്ട് തേങ്ങ മിക്സ് ചെയ്യുന്നത് ആ തേങ്ങയുടെ പാലൊക്കെ ആ പൊടിയിലേക്ക് വലിഞ്ഞ് ഇതിന് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പൊടി നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. അതെ, ഇങ്ങനെ നനഞ്ഞു വരാൻ വേണ്ടി നല്ലോണം മിക്സ് ചെയ്യണം ഒരു 5 മിനിറ്റെങ്കിലും. എന്നിട്ട് ഇങ്ങനെ പൊത്തി വെക്കുക. എന്നിട്ട് ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ ഇതെടുത്ത് വറക്കണം. അടുത്തതായിട്ട് നമ്മൾ അരിപ്പൊടി വറക്കാനായിട്ട് പോവാണ്. നല്ല ഓട്ടുരുളിയിൽ വിറകടുപ്പിലാണ് അരിപ്പൊടി വറക്കാൻ പോകുന്നത്. ഓട്ടുരുളി ഉപയോഗിക്കുമ്പോൾ ഉള്ളൊരു പ്രയോജനം, ഇത് നന്നായിട്ട് ചൂടായിട്ട് നല്ല ഈവനായിട്ട് പൊടിയുടെ എല്ലാ ഭാഗത്തും ചൂട് കിട്ടും. നല്ല രീതിയിൽ പെട്ടെന്ന് വറുത്തെടുക്കാനും പറ്റും. അതുപോലെ പൊടി ഇളക്കാനായിട്ട് സാധാരണ നമ്മൾ ചട്ടുകാണല്ലോ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞങ്ങളുടെ ഇവിടോട്ടൊക്കെ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അരിവാൾ വെച്ചിട്ട് ഇങ്ങനെ കറക്കി ഇളക്കുന്നതാണ് ഏറ്റവും എളുപ്പം. അരിവാൾ ഉപയോഗിച്ച് ഇങ്ങനെ കറക്കി ഇളക്കുമ്പോഴത്തേക്കും പൊടിയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇളക്കെത്തുകയും അതുപോലെ എവിടെയും കരിഞ്ഞു പോകുമെന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു നല്ല സ്കില്ല് വേണം ഇങ്ങനെ ഒന്ന് കറക്കിക്കൊണ്ട് ഇളക്കാനായിട്ട്. ഈ അരിപ്പൊടി നല്ല ഡ്രൈ ആയി ചെറുതായിട്ട് കളർ മാറി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി അടുത്ത സ്റ്റെപ്പ് ഈ പൊടി കുഴച്ചെടുക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 കുടം വെളുത്തുള്ളിയും പിന്നെ ഒരു 50 ഗ്രാം ചെറുജീരകം കൂടെ നന്നായി കഴുകിയെടുത്തിട്ട് മിക്സിയിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇനി നമ്മൾ വറുത്ത് വെച്ചിരുന്ന പൊടിയിലേക്ക് ഉപ്പ് ചേർക്കുക. ഉപ്പിന്റെ വെള്ളം ഒഴിക്കണോ? അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിയുപ്പിട്ട് കഴിഞ്ഞാൽ അത് ലയിച്ചൊക്കെ വരുമ്പോൾ ഉപ്പ് അധികമാവുമോ കുറഞ്ഞു പോവോ എന്നുള്ളൊരു കാൽക്കുലേഷൻ കിട്ടത്തില്ല. അതെ. അപ്പൊ ആദ്യം ഉപ്പിന്റെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് പിന്നെ നമ്മൾ അരച്ചു വെച്ച വെളുത്തുള്ളിയും ജീരകയും കൂടി ഇതിനകത്തോട്ട് ഇട്ടു. ഇതിപ്പോ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അല്ലേ? തിളക്കണ വെള്ളം ഒഴിക്കണം. തിളക്കണ വെള്ളം അടുപ്പിൽ നിന്ന് ഇപ്പൊ വാങ്ങിക്കൊണ്ട് വന്ന വെള്ളമാണല്ലേ? അപ്പൊ തന്നെ ഇളക്കി അത് മിക്സ് ചെയ്യാം. ഇടിയപ്പത്തിന് ഒഴിക്കണോ? അതെ. നല്ല ഒരു സ്മെല്ല് വരുന്ന ഈ ചൂടുവെള്ളം ഒഴിച്ചപ്പോഴത്തേക്കും ഒരു കുഴലപ്പത്തിന് കുഴക്കുന്ന മിക്സിന്റെ ഒരു സ്മെല്ല് വരുന്നത്. ശരിക്കും വെളുത്തുള്ളിയും ജീരകവും പിന്നെ നമ്മള് കുഴലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല യൂസ് ചെയ്യുന്നത്. ആ സെയിം മിക്സ് തന്നെയാണ് പിടി ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നത്. ഇത് കുഴയ്ക്കുന്നതിനും പ്രത്യേക രീതിയുണ്ട്. അപ്പൊ കുഴയ്ക്കാനുള്ള എളുപ്പത്തിന് ഇവിടെ പകുതി എടുത്ത് ഒരു വേറെ പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. 2 ട്രിപ്പായിട്ടാണ് കുഴയ്ക്കാൻ പോകുന്നത്. കാരണം നന്നായിട്ട് കുഴ ശരിയായില്ലെങ്കിൽ വെള്ളത്തിലിട്ട് വേവിക്കുമ്പോഴേക്കും ഇത് കലങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. സോ നന്നായിട്ട് കുഴച്ച് യോജിപ്പിക്കണം. അതുപോലെ ഉരുളിയിലിട്ട് ചെയ്യുന്നതാണല്ലോ ഏറ്റവും സുഖം. നല്ല പരന്ന പാത്രത്തിലിട്ട് ഇങ്ങനെ തേച്ച് വേണം കുഴക്കാൻ. ഭയങ്കര സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണല്ലോ. എക്സ്പീരിയൻസ്. വെള്ളം കുറവാണ് ഇച്ചിരി ഒഴിക്കുക. നമുക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസി വരുന്നവരെ നമ്മളിങ്ങനെ വെള്ളം ആഡ് ചെയ്ത് കുഴച്ചുകൊണ്ടിരിക്കാം. ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ എന്ന് മാത്രം അല്ലേ? നല്ല തിളച്ച വെള്ളം. അപ്പൊ ഇതിപ്പം എന്തിന്റെ ഭാഗമാണ്? ഒരു ഇടിയപ്പത്തിന് കുഴക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അത്രയും വെള്ളം വേണ്ട. ഇടിയപ്പത്തിന് കുഴക്കുന്നതിനെക്കാട്ടിലും ഇച്ചിരി വെള്ളം കുറച്ചിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അല്ല ഇങ്ങനെ ഈ പാത്രത്തിലോട്ടിട്ട് അടിച്ചടിച്ച് അതൊരു ഷേപ്പ് വരുത്തണം, ഒരു മയം വരുത്തണം. ഇനി നമ്മൾ കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു
സ്ക്വയറിന്റെ ഒരു ഷേപ്പിൽ. അതാണ് പണ്ട് മുതലേ നമ്മുടെ വീട്ടിൽ ഈ ഒരു ഷേപ്പിലാണ് അത് കുഴച്ചങ്ങ് എടുത്ത് വെക്കുന്നത്. കാണാനൊരു ഭംഗിയാണ്. ഒരു സ്ക്വയർ ഷേപ്പിലാക്കി ഇങ്ങനെ മതി, ഇങ്ങനെ എടുത്ത് വയ്ക്കും. പോയാ കേട്ടൊന്ന് പോയാ. ഇനി നമുക്ക് ഒരടപ്പും കൊണ്ട് മൂടി വെക്കാം. ഇനി ഇവിടെ ബാക്കി സെറ്റ് രണ്ടാമത്തെ ട്രിപ്പ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. സെയിം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഇതും അതുപോലെ കുഴച്ചെടുക്കാം. അടുത്തത് ഇവിടെ ഒരു പിരമിഡ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഷേപ്പിലൊന്നും വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പൊ നമ്മൾ പിടിയുടെ കുഴയ്ക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ചെറിയ ചെറിയ ഉണ്ടകളായിട്ട് ഉരുട്ടിയെടുക്കുകയാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ വരുമ്പോ ഇങ്ങനെ എല്ലാവരുടെയും കൂടി കസിൻസ് ഒക്കെ വരും. അപ്പൊ എല്ലാവരുടെയും കൂടി ഇരുന്ന് പിടി ഉരുട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ചടങ്ങാണ്. ഒരു തമാശകളൊക്കെ പറഞ്ഞ് ടി വി ഒക്കെ കണ്ടു ഇതുപോലെ ചെറിയ ചെറിയ ഉണ്ടകളായിട്ട് ഉരുട്ടിയെടുക്കുന്നത്. 1 മണിക്കൂറൊക്കെ എടുക്കും ഇത് ഉരുട്ടി കഴിയാനായിട്ട്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ നല്ല ടൈറ്റ് ആയിട്ട് വേണം ഈ ഉണ്ട ഉരുട്ടാനായിട്ട്. അതായത് ഒരു കുറച്ച് ഭാഗം നമ്മൾ എടുത്ത് ഇങ്ങനെ വിരലിന്റെ ഇവിടെ പിടിക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഇട്ടിട്ട് വേണം ഉണ്ട ഉരുട്ടാനായിട്ട്. ഇതാണ് പ്രോസസ്സ്. ഈ ഒരു വലിപ്പത്തിലാണ് ഉണ്ട ഉരുട്ടിയെടുക്കേണ്ടത്. അപ്പൊ എല്ലാം സെയിം ഷേപ്പ് തന്നെ വേണം. നല്ല ടൈറ്റ് ഉണ്ട ആയിരിക്കണം, ക്രാക്കൊന്നും വരരുത്. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പടപടേന്ന് ഇങ്ങനെ ഉരുട്ടിയിടുക. എനിക്ക് അത്ര സ്പീഡൊന്നുമില്ല. അങ്ങനെ നമ്മൾ കുഴച്ചെടുത്ത മാവെല്ലാം ഇതുപോലെ ഉണ്ടയാക്കി ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ തലേദിവസം രാത്രി ഉരുട്ടി വെച്ചതാണ്. അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. അതിൻ്റെ ഇന്ന് പിറ്റേ ദിവസം രാവിലെ എടുത്താണ് പിടി ഉണ്ടാക്കുന്നത്. അങ്ങനെ പിടി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉരുളിയിൽ അത്യാവശ്യം നിറയെ വെള്ളം എടുത്ത് അത് നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊഴിക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഈ പിടിയുടെ ഉണ്ട ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു ഉണ്ട ഈ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് നല്ല രീതിയിൽ വേവണം. അങ്ങനെ ഈ പിടിയുടെ ഉണ്ടകളെല്ലാം നന്നായിട്ട് വെന്ത് ഒരു അരമണിക്കൂറോളം എടുക്കും. നന്നായിട്ട് തീ കത്തിക്കണം. അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി വരുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുമ്പോഴാണ് ഇത് നമ്മൾ അടുപ്പത്തുനിന്ന് വാങ്ങി വയ്ക്കുന്നത്. നമ്മളുടെ പിടി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടുകൂടെ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ സാധാരണ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിരാവിലെ തന്നെ ഈ പിടി നമ്മൾ വേവിച്ച് വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 മണിക്കൂർ ഇതുപോലെ ഒരു പരന്ന പാത്രത്തിലാക്കി വെച്ച് നന്നായിട്ട് തണുക്കാനായിട്ട് വയ്ക്കും. അപ്പോൾ തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്ത് നല്ല തണുത്ത പിടി നല്ല ചൂടുള്ള കോഴിക്കറിയും കൂട്ടി കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റി.